മുദ്ര യോജന ഈസ് ഫോർ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനാണ് ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടാവണം. ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ മുദ്ര യോജന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. സിഡ്ബി സ്കീംസും അങ്ങനത്തെ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് സ്കീംസും അത് വേറെ രീതിയിൽ നിൽക്കുന്ന കാറ്റഗറിയാണ്. അത് കൂടുതലും ഒരു മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിനാണ് കൂടുതൽ സിഡ്ബി പോലുള്ള സ്ഥാപനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. കൊളാറ്ററലൊന്നും ഇല്ലാണ്ട് അവർ ലോൺസ് ഗ്രാൻറ്റ് ചെയ്യും, ഇന്ന രീതിയിൽ റീപേയ്മെൻറ്റ് ചെയ്യാം, ഇന്ന രീതിയിൽ അതിൻ്റെ യൂട്ടിലൈസേഷൻ നടത്താം എന്നുള്ള രീതിയിൽ നമ്മൾ അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് അവർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സപ്പോർട്ട് സ്കീംസും ഇതെല്ലാം ഓരോ രീതിയിലാണ്. ഇപ്പോൾ സിഡ്ബി വഴി ഒരിത് ഇപ്പോൾ കിൻഫ്ര വഴി കൊടുക്കുന്നുണ്ട്, KFC വഴി ഉണ്ടാവാം, അല്ലെങ്കിൽ ബാങ്ക്സ് വഴി ഉണ്ടാവാം. ഇതെല്ലാം എങ്ങനെയാണെന്നുള്ളതിൻ്റെ സ്കീംസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ ഓരോ സ്ഥാപനത്തിലും അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിനൊരു വൺ പോർട്ടലില്ല എന്തൊക്കെ സ്കീംസാണ് ഉള്ളതെന്നുള്ളത്. ഇപ്പോൾ സിഡ്ബിയിൽ നമ്മൾ ഇപ്പോൾ ചെന്ന് ചോദിച്ചാലാണ് നമുക്കിപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള എന്തൊക്കെ സ്കീമുകളാണ് ഇതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിന് പുറമേ നമുക്ക് MSMEകൾക്ക് സബ്സിഡീസ് കാര്യങ്ങളുണ്ട്. ഇപ്പം ESS സബ്സിഡീസ് ഉണ്ട്. ഇപ്പം മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ 1 കോടിയുടെ 30% വരെ MSME സ്ഥാപനങ്ങൾക്ക് സബ്സിഡീസ് കിട്ടും. വുമൺ എൻ്റർപ്രണേഴ്സിനുണ്ടെങ്കിൽ അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. പക്ഷേ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അന്വേഷിച്ച് അതിൻ്റെ കറസ്പോണ്ടിങ് പേപ്പർ വർക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്കത് കിട്ടും.